13 മന്ത്രിമാർ തോൽക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ വാർത്ത പരക്കും. കേരള പോലീസിലെ രഹസ്യസേന നടത്തിയ അന്വേഷണത്തിൽ 13 മന്ത്രിമാർ തോൽക്കുമെന്ന് കണ്ടെത്തിയെന്ന് സമൂഹമാധ്യമങ്ങളിൽ വാർത്ത. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കേരള പോലീസിലെ രഹസ്യസേന നടത്തിയ അന്വേഷണത്തിൽ 13 മന്ത്രിമാർ തോൽക്കുമെന്ന് കണ്ടെത്തിയെന്ന സമൂഹമാധ്യമങ്ങളിൽ വാർത്ത ചർച്ചയാവുകയാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥയാണ് ഇനി അറിയേണ്ടത്. പക്ഷേ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ വിവാദങ്ങളിൽപ്പെട്ട് പ്രതിച്ഛായ നഷ്ടമായവരാണ് ഇവരെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നാലും ഞെട്ടാനില്ലെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. തോൽക്കുമെന്ന് പ്രചരിക്കപ്പെടുന്ന 13 മന്ത്രിമാർ ഇവരാണ്: വീണ ജോർജ്, വാസവൻ, ശിവൻകുട്ടി, പി രാജീവ്, എം ബി രാജേഷ്, ആർ ബിന്ദു, ചിഞ്ചുറാണി, കെ എൻ ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, എ കെ ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, ഗണേഷ് കുമാർ, അബ്ദുറഹ്മാൻ. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വീട്ടിലെത്തി. പാർട്ടിയുമായി ഇടഞ്ഞ അംഗത്വം ഉപേക്ഷിച്ച മുതിർന്ന നേതാവ് ജി സുധാകരനെ വീട്ടിലെത്തിക്കണ്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. സുധാകരൻ വാർത്താസമ്മേളനം വിളിച്ചതിന് പിന്നാലെയാണ് ചർച്ചയ്ക്കായി അംഗങ്ങൾ വീട്ടിലെത്തിയത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണിതെന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനുമായി ഫോണിൽ സംസാരിച്ചതായും വിവരമുണ്ട്. രാത്രി തന്നെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമെന്നും വിവരമുണ്ടായിരുന്നു. ഏതായാലും സുധാകരന്റെ പുന്നപ്ര പറവൂരിലെ വീട്ടിലായിരുന്നു വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വീട്ടിലെത്തി ചർച്ച നടത്തിയെങ്കിലും വാർത്താ സമ്മേളനത്തിൽ മാറ്റമില്ലെന്നാണ് വിവരം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തിരികെ പോയി. ജില്ലാ കമ്മിറ്റി യോഗത്തിനൊപ്പം സുധാകരൻ അംഗമായിരുന്ന ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിനുള്ള ബ്രാഞ്ച് കമ്മിറ്റിയുടെ യോഗവുമുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിച്ചേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായാൽ UDF പിന്തുണ നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. സുധാകരൻ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം UDF പിന്തുണ പ്രഖ്യാപിക്കുമെന്ന തരത്തിലാണ് ചർച്ചകൾ നീങ്ങുന്നത്. ജി സുധാകരന്റെ തീരുമാനം അറിഞ്ഞ ശേഷമേ അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയുള്ളൂവെന്ന സന്ദേശം സംസ്ഥാന നേതൃത്വം ജില്ലയിലെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള കോൺഗ്രസ് നേതാക്കളോട് മറ്റെവിടെയെങ്കിലും പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് നേരത്തെ തന്നെ നേതൃത്വം ആരാഞ്ഞിരുന്നു.